ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് മതിയാവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതാണ് സുരാജ് പറഞ്ഞ ജംഗിൾ പൊളി. ഇതാണ് ഒറിജിനൽ ജംഗിൾ പൊളി. ലാലാട്ടിനെ വെച്ചിട്ട് ഹിറ്റടിക്കാൻ കോടികളുടെ ആവശ്യമില്ല. ഒരു ചെറിയൊരു കഥ മതി. ഒരു ചെറിയൊരു കഥ പ്ലോട്ട് കിട്ടിയാൽ ശരിക്കും പണി അറിയാവുന്ന ആളിൻ്റെ കയ്യിൽ കിട്ടിയാൽ, ലാലേട്ടൻ്റെ പക്ക ഫാൻസിൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഫാൻ ബോയുടെ കയ്യിൽ കിട്ടിയാൽ തകർക്കും. ഇതാണ് ജംഗിൾ പൊളി. ഒരേ സമയം എല്ലാതരം ഫാൻസിനെയും, ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും ശരി, ആക്ഷൻ രീതിക്ക് പോകുന്ന രീതിയിലുള്ളവരാണെങ്കിൽ ശരി, ഈ നിലവിളിക്കുന്ന ഫാൻസ് ഉണ്ടല്ലോ, അവരെയാണെങ്കിലും ശരി, എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുക. അല്ലാതെ തള്ളി മറിച്ച് തൃപ്തിപ്പെടുത്തുകയല്ല, വിവാദം ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കുകയല്ല, തള്ളി മറിച്ച് തൃപ്തിപ്പെടുത്തുകയല്ല. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഈ സിനിമ റിലീസ് നീട്ടിയതെന്നും ആ സിനിമ നേരത്തെ ഇറക്കിയതെന്നും. കാരണം ഇതാണ് ഫസ്റ്റ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇത് ഇറങ്ങിയതിന് ശേഷമാണ് എമ്പുരാൻ ഇറങ്ങിയതെന്ന് വെച്ചാൽ, മോനെ, ഈ തള്ളലൊന്നും തള്ളിയിട്ടും കാര്യമില്ല. അത് അത്ര ഫ്ലോപ്പിലേക്ക് പോയിട്ടുണ്ടാവും ഇത് ഇറങ്ങിയിട്ടാണ് അത് ഇറങ്ങുന്നതെങ്കിൽ. പിന്നെ ഈ സിനിമയിലൂടെ ഒരു കാര്യം കൂടി മനസ്സിലായി. പ്രൊമോഷനിലൊന്നും ഒരു കാര്യമില്ല. ഇവർ പ്രൊമോഷൻ കൊടുത്തിട്ടേ ഇല്ല. പിന്നണിയിൽ പിന്നെ വർക്ക് ചെയ്ത ആളുകൾ കൊടുത്തു. വിനു പപ്പു, പിന്നെ തരുൺമൂർത്തി കുറച്ച് ഇൻ്റർവ്യൂസ് കൊടുത്തു. രജപുത്ര രഞ്ജിത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ്. എന്തിനാണ് അവരൊക്കെ ഇത് പണ്ട് നേരത്തെ കാലത്ത് ഈ പ്രൊമോഷൻ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. പ്രൊമോഷൻ പരിപാടി ഉണ്ടായിരുന്നു ഇല്ല. അപ്പോൾ പ്രൊമോഷൻ ഇല്ലാതെ തന്നെ പടം വിജയിക്കും. പ്രൊമോഷനൊന്നും വേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ കയ്യിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിന് പ്രൊമോഷൻ? ഇന്ന് സോഷ്യൽ മീഡിയ നിന്ന് കത്തുമായിരുന്നു, പ്രൊമോഷൻ്റെ ആവശ്യമില്ലെന്നേ സിനിമയ്ക്ക്. ഇനി പിന്നെ ഒരു കാര്യമുണ്ട്, അവർ പറഞ്ഞത് വലിയൊരു സത്യമാണ്. കാരണം ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമയാണ്. സിനിമ ഇറങ്ങുന്നതിന് എത്രയോ ദിവസം മുൻപ് ശോഭനയും മോഹൻലാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നാൽ നമുക്ക് ആ ഒരു ത്രില്ലിങ് നഷ്ടപ്പെടില്ലേ? അത് പറഞ്ഞ സത്യം തന്നെയാണ്. ആ ത്രില്ലിങ് നഷ്ടപ്പെടും. പിന്നെ അത് കാണാൻ ആർക്കും ആ ത്രില്ലുണ്ടാവില്ല. പക്ഷെ ഇന്ന് എല്ലാവരും ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ, സൂപ്പർ ഫ്രഷായിട്ട് കണ്ടതുകൊണ്ട് അത് മുതലായി, എല്ലാവർക്കും മുതലായി. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഭ്രമരം, ദൃശ്യം, പിന്നെ ഫാമിലി ഡ്രാമയുടെ കാര്യത്തിൽ ദൃശ്യം, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഭ്രമരം, ആക്ഷൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. ഒരു കൊമ്പനാന, കൊമ്പൻ പറഞ്ഞാൽ കൊമ്പൻ, ഒറ്റയാൻ. എന്തിനാ കൂടുതൽ ആളുകൾ, എന്തിനാ കൂടുതൽ കോടികൾ? അതിൽ 150 കോടി ചിലവാക്കിയിട്ട് കിട്ടിയത് 300 കോടിയാണെങ്കിൽ അതിന് അവർക്ക് ലാഭം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ 2 കോടിയോ 3 കോടിയോ ഉണ്ടാവും. ഇതിൽ 30 കോടി ചിലവാക്കിയിട്ട് ഇത് 100 കോടിയോ 150 കോടിയോ അടിക്കും. ആ ലെവലിലേക്കാണ് പോകുന്നത്. ഇന്ന് തന്നെ തിയേറ്റർ വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും 50 തിയേറ്റർ 100 തിയേറ്റർ ഒരു ദിവസം കൊണ്ട് എക്സ്ട്രാ ഷോ വെച്ചു. 100 തിയേറ്ററും കൂടി കൂടുതലായി. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഡേറ്റ് നീട്ടി വെച്ചതെന്ന്. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്? എനിക്ക് രാജുവേട്ടനോട്, പൃഥ്വിരാജിനോട് ദേഷ്യമായിട്ട് പറയില്ല കേട്ടോ. അമ്മാതിരി തള്ളായിരുന്നു, മനസ്സിലായില്ല? അമ്മാതിരി തള്ളായിരുന്നു. പിന്നെ എന്താണ്, ഇറക്കിയ പൈസ കിട്ടുന്ന തള്ളു തന്നെ വേണം, വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ട് തള്ളിയതാണ് പാവം. പക്ഷെ അമ്മാതിരി തള്ളിയിട്ട് നമ്മുടെ പണമൊക്കെ, പൈസ പോട്ടെ, അതല്ല, ഒരു സിനിമ കാണുന്നത് കൊണ്ട്
നമുക്കതെന്താ, പക്ഷെ അതിങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത്, ഇങ്ങനെ തള്ളിയിട്ട്. എന്നിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളിനെ തരുന്നതുമില്ല. പക്ഷേ ഇത് മുണ്ടെടുത്ത് മണ്ണിലിറങ്ങി നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിനെ കടത്തി വെട്ടുന്ന ഷൺമുഖം ബെൻസ് ഷൺമുഖം, അതാണ്. പിന്നെ വീണ്ടും പറയണേ, വില്ലനെ പറയാൻ വില്ലൻ നമ്മുടെ പഴയ കാലത്ത് എൻ.എഫ്. വർഗീസിൻ്റെ മോഡലും ഷമ്മി തിലകനാണെങ്കിലും എൻ.എഫ്. വർഗീസ് ആണെങ്കിലും നമുക്ക് പഴയ അതുപോലത്തെ വില്ലന്മാരെ കിട്ടിയിട്ടില്ല കുറേ കാലമായിട്ട്. നമുക്കങ്ങനെ ഫസ്റ്റൊക്കെ കണ്ട് ആ ചിരി കാണുമ്പോൾ നമ്മൾ അവിടെ എന്തോ ലെവലിലേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ലാസ്റ്റൊക്കെ കാണുമ്പോൾ ആ സമയത്ത് കണ്ട ചെറിയിട്ടൊന്ന് കൊടുക്കാൻ തോന്നും. പടം വിട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ വ്യക്തിയും തിയേറ്ററിൽ പടം കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ പുറകിലിരിക്കുന്നൊരു പെൺകുട്ടി പറയാണ്, അതാ ആ പോലീസുകാരനെ പോയി 2 അടി കൊടുത്താലോ എന്ന് പറയുന്നു. ആ ലെവലിലേക്കാണ് അഭിനയം. ഇനി ആ വ്യക്തിയെ കാണാം, ഒരുപാട് സിനിമകൾ കാണാം. പിന്നെ വിനു പപ്പൻ്റെ അഭിനയമാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചത്. പിന്നെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. ഫാമിലി ഡ്രാമ ഇങ്ങനെ ഒരു ലെവലിൽ പോയി ഇൻ്റർവെല്ലിന് ശേഷം ഒന്നിങ്ങനെ കയറി, പിന്നെ സൂപ്പർ.